ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ബോണ്ട അല്ലെങ്കിൽ മസാല ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. നമ്മുടെ ചെറിയ ജീരകമാണ്. ജീരകം ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് കുറച്ചേ ചേർക്കാവൂ. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ ഞാനൊരു പകുതി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ സവാള ആണെങ്കിൽ പകുതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒന്നെടുക്കണം. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിതിൽ കറി മസാല പൊടിയൊന്നും ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ അല്പം കറി മസാല പൊടി ചേർത്താലും കുഴപ്പമില്ല. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതൊന്ന് ഉടച്ചു വെച്ചതാണിത്. ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വയ്ക്കണം. അതൊന്ന് തണുത്ത ശേഷം തൊലി മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണിത്. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളമില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല കട്ടിക്ക് വേണം ഇളക്കിയെടുക്കാൻ. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരല്പം കായത്തിൻ്റെ പൊടി ചേർക്കാം. കായത്തിൻ്റെ പൊടി വളരെ കുറച്ച് ചേർക്കാവൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടയൊന്നും ഇല്ലാതെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ടയില്ലാതെ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും.
ഇപ്പോൾ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ദോശമാവിൻ്റെ ആ പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്ത ശേഷം ഒന്നുകൂടെ കുഴച്ച് വയ്ക്കണം. അപ്പോൾ അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ച് ചെറിയൊരു ഉരുളയായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കാം. എത്ര വലിപ്പത്തിലുള്ള ഉരുള വേണമെങ്കിലും അങ്ങനെ എടുക്കാം. ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം. വലിയ ബോണ്ട വേണമെങ്കിൽ വലുതായിട്ട് ഉരുള ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഉരുളകളാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇത് മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ ഉരുളകളായിട്ടെടുത്ത് നമ്മുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. വൈകിട്ട് ചായക്ക് കടിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു സൈഡ് കളർ മാറി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഒട്ടും എണ്ണ കുടിക്കുന്ന ഒരു പലഹാരമല്ലത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ട് സൈഡും ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. മുഴുവനും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.